ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പത്തിരിയാണ്. അതിന് ഞാൻ റോസ് അരിയാണ് എടുത്തിട്ടുള്ളത്. മട്ടി അരി എന്ന് പറയും. അത് നല്ല 2-3 വെള്ളത്തിൽ കഴുകി ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതിന് നല്ലതാ കുതിർന്ന് വന്നു. അതിന് നമുക്ക് ഗ്രൈൻഡറിലിട്ടിട്ട് ഒന്ന് അരക്കാം. അതിനാവശ്യത്തിന് ഉപ്പ് ഇട്ടു. ഉപ്പിട്ടതിൻ്റെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, അധികം വെള്ളമാകാൻ പാടില്ല. കുറച്ച് വെള്ളമാക്കിയിട്ടാണ് അരച്ചെടുക്കേണ്ടത്. ഇതുപോലെ അരച്ചു. ഞാനത് കട്ടിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചതിന് ശേഷം ഇതുപോലെ നമുക്കെടുക്കാം. ഇനി അതിനാവശ്യമുള്ളത് പെരുംജീരകം, തേങ്ങ, മൈദ പൊടി കുറച്ചെടുക്കണം, പിന്നെ പച്ചരിപ്പൊടിയും വേണം. ഇത് മിക്സിയിലിട്ട് അരക്കുമ്പോൾ വെള്ളമില്ലാണ്ട് അരച്ചെടുക്കണം. തേങ്ങയും പെരുംജീരകവും അരക്കുന്നത്, പിന്നെ മൈദപ്പൊടി, അരിപ്പൊടിയാണ് ഞാൻ അതിലേക്ക് ചേർത്തുന്നത്. എല്ലാം കൂടി അരച്ചെടുത്തിട്ട് വന്നു. ഇനി പൊടിയിട്ടിട്ട് നമുക്ക് ഇത് ഒന്ന് എല്ലാം കൂടെ മിക്സിങ് ആക്കാം. വെള്ളം അധികം ഉണ്ടാകാൻ പാടില്ല. വെള്ളമില്ലാണ്ട് കുഴച്ചെടുക്കണം. വെള്ളത്തിൻ്റെ ഇതായ കാരണമാണ് ഉണ്ടാകുന്നതായിട്ടാണ് ഞാൻ ഈ പൊടികൾ ഇടുന്നത്. മൈദപ്പൊടിയും അരിപ്പൊടിയും. മൈദപ്പൊടി ഇല്ലെങ്കിലും പച്ചരിപ്പൊടി കുറച്ചിട്ടാലും മതി. ഇനി എല്ലാം കൂടെ കുഴച്ചെടുത്തതിന് ശേഷം ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്കത് പരത്തിയെടുക്കാം. പരത്തിയെടുക്കാൻ വേണ്ടി ഞാനൊരു കവർ, തുണിയുണ്ടായാലും മതി, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത്തിരി എണ്ണ ഒഴിച്ച് ആ കവറിൽ ഒട്ടാണ്ടിരിക്കാനാണ്. ഇതുപോലെ ഉരച്ചതിന് ശേഷം ഒരു പാത്രം അല്ലെങ്കിൽ കയ്യിൽ വെച്ചിട്ടായാലും മതി. ഇത് റൗണ്ടിൽ കിട്ടാൻ വേണ്ടി ഒരു പാത്രം വെച്ചിട്ട് നമുക്ക് അമർത്തിയെടുക്കാം. നോക്കൂ, അധികം കനമുണ്ടാകാനും പാടില്ല, അധികം നൈസാകാനും പാടില്ല. ഈ ഒരു സുമാറായിട്ട് ഇത്ര കട്ടി, ഇതാണ് കട്ടി ഇതിൻ്റെ പാകം. നല്ല എണ്ണയിലിട്ട് പൊരിഞ്ഞ് പൊന്തി വരും പത്തിരി എന്ന് പറയും ഇതിന്, പത്തൽ എന്ന് പറയും. നല്ല വെറുതെയെങ്കിലും കഴിക്കാം. നമുക്ക് 4 മണി പലഹാരമായിട്ടും കഴിക്കാം. ചിക്കനോ മട്ടൻ കറിയോ അല്ലെങ്കിൽ മുട്ടക്കറിയോ എൻ്റെ കൂടെയും കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ഇത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, അഭിപ്രായം പറയുക. താങ്ക് യു.